കഴിഞ്ഞ ഞായറാഴ്ചത്തെ മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പില് വീണ്ടും മൂർധാവിലേക്ക് പൊഴിഞ്ഞ മുല്ലപ്പൂ ഗന്ധം എന്ന പേരിൽ അമ്മയെപ്പോലെ എന്നെ സ്നേഹിച്ച് പഠിപ്പിച്ച പുഷ്പവല്ലി ടീച്ചറെ 50 വർഷങ്ങൾക്കിപ്പുറം ഒരിക്കൽ കൂടി കണ്ടപ്പോണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ എഴുതിയത് കണ്ട് പലരും വിളിച്ചു എന്നെ. അതിന്റെ വീഡിയോ ഉണ്ടോ എന്ന് പലരും ചോദിച്ചു. ടീച്ചറുടെ മകൻ അനുരൂപിനെ വിളിച്ചപ്പോൾ അന്ന് മൊബൈലിൽ പകർത്തിയ കുറച്ച് വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഇത് വായിക്കാത്തവർക്കായിട്ട് ഞാൻ അനുഭവം ഒന്ന് ചുരുക്കി പറയാം. കവളമുക്കട്ട ഗവൺമെന്റ് LP സ്കൂളിൽ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്കൂളിലേക്ക് ഒരു ടീച്ചർ വരുന്നുണ്ട് എന്ന് പിള്ളമാഷ് അസംബ്ലിയിൽ പറയുന്നത്. അന്നത്തെ കവളമുക്കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണമൊത്തൊരു ഗ്രാമമാണ്. കുറേ തോടുകളും പാടങ്ങളും അവിടെ ഇവിടെയായിട്ട് ഏതാനും കുറച്ച് വീടുകളൊക്കെയുള്ള ഒരു കൊച്ചു ഗ്രാമം. റോഡാണെങ്കിലോ കുണ്ടും കുഴിയൊക്കെയുള്ള ഒരു മൺവഴിയാണ്. ഈ മൺകട്ട കൊണ്ട് പടുത്തുയർത്തിയ ഒരു ചെറിയ കെട്ടിടമാണ് കവളമുക്കട്ട സ്കൂൾ. അവിടേക്കാണ് ആദ്യമായിട്ട് ഒരു ലേഡി ടീച്ചർ കടന്നു വരുന്നത്. അങ്ങനെ ഒരു ദിവസം ടീച്ചർ വന്നു. ഒരു ജീപ്പിൽ മുടിയൊക്കെ മുന്നിലേക്ക് ഇങ്ങനെ മെടഞ്ഞിട്ട് വലിയൊരു പൊട്ടൊക്കെ ഇട്ട് സാരിയൊക്കെ കൊടുത്ത് പുഷ്പവല്ലി ടീച്ചർ അങ്ങനെ വന്നിറങ്ങുന്നത് ഞങ്ങൾ കുട്ടികളെല്ലാം കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. അച്ഛനും നാട്ടിലെ കുറേ ആളുകളൊക്കെ ടീച്ചറെ സ്വീകരിച്ചു. വൈകുന്നേരം സ്കൂൾ വിട്ടു പോകുമ്പോൾ അച്ഛൻ പറഞ്ഞു, കുട്ടിയെ ഇന്നു മുതൽ ടീച്ചറും നമ്മുടെ വീട്ടിലുണ്ടാവും. അങ്ങനെ വടക്കേ മുറിയിലെ നിലത്ത് വിരിച്ചിട്ട കിടക്കയിൽ ടീച്ചറുടെ കുട്ടിയായിട്ട് ഞാനും ഒപ്പം കിടക്കും. രാവിലെ ടീച്ചർ എന്നെ വിളിച്ചുണർത്തും, സ്കൂളിലേക്ക് ഒപ്പം നടക്കും. അമ്മ പാത്രത്തിലാക്കി തരുന്ന വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കുഴച്ച ചോറ് ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് ഒപ്പം കഴിക്കും. അങ്ങനെ ടീച്ചറും ടീച്ചറുടെ ഗോപിക്കുട്ടനുമായിട്ട് മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഇങ്ങനെ കടന്നുപോയി. ഒരു ദിവസം ടീച്ചർക്ക് കവളമുക്കട്ട സ്കൂളിൽ നിന്ന് സ്ഥലം മാറ്റമായി. ടീച്ചർ പോയി. ഇപ്പോൾ 50 വർഷങ്ങൾക്കിപ്പുറം തണ്ണീർമുക്കത്ത് TKM ബ്രദേഴ്സ് എന്നൊരു സംഘടനയുടെ പരിപാടിക്ക് ചെല്ലുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. സർ, എൻ്റെ പേര് അനുരൂപ് എന്നാണ്. അമ്മയുടെ പേര് പുഷ്പവല്ലി ടീച്ചർ. സാറിന് അമ്മയെ ഓർമ്മയുണ്ടെങ്കിൽ തണ്ണീർമുക്കത്ത് വരുമ്പോൾ അമ്മയ്ക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. ആ നേരത്ത് എൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെ ഓർമ്മകളാണ് കടന്നു വന്നെന്നറിയോ? പിറ്റേന്ന് തണ്ണീർമുക്കത്ത് എത്തിയതും അതിരാവിലെ ഞാൻ ടീച്ചറെ കാണാൻ പോയി. ഇനി അനുരൂപ പകർത്തി അയച്ചു തന്ന ആ മൊബൈൽ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടോളൂ. അകമേ നിറഞ്ഞ സ്നേഹമാം മാധുര്യം ഒരു വാക്കിനാൽ തൊട്ടു ഞാൻ നൽകിയില്ല. നിറനീലരാവിലെ കാന്തതയിൽ നിൻമിഴിയിലെ നന